പ്രായഭേദമന്യേ സഞ്ചാരികൾ നിരവധി എത്തുന്ന ഇടമാണ് സാമ്പ്രാണിക്കോടി തുരുത്ത്. കഴിഞ്ഞ വർഷം സഞ്ചാരികളുടെ എണ്ണത്തിലും വരുമാനത്തിലും റെക്കോർഡായിരുന്നു. ഇന്നതല്ല അവസ്ഥ. ചൂടാണ് പ്രധാന വില്ലൻ. നമുക്കിപ്പോൾ ആൾക്കാർ പൊതുവെ കുറവാണ്. ചൂടല്ലേ, ഭയങ്കരമായ ചൂട്. അതുകൊണ്ട് ആൾക്കാർ കുറവാണ്. കുറഞ്ഞ രീതിയിൽ വരുന്നത് ഇപ്പോൾ ആളുകൾ. കഴിഞ്ഞ വർഷത്തെ കണക്കൊന്നും വലിയ തിരക്കില്ല. കഴിഞ്ഞ വർഷമൊക്കെ നല്ല തിരക്കായിരുന്നു. കച്ചവടമൊക്കെ വളരെ കുറവാണ്. കഴിഞ്ഞ വർഷം കൊണ്ടുവന്നതിനേക്കായി പകുതി കപ്പ ഇപ്പോൾ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ വർഷം എന്നൊരു 25-30 കിലോ കൊണ്ടുവന്ന് അപ്പോഴേ വെക്കുക, തീർന്ന് വീട്ടിൽ പോവുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 3 മണിയൊക്കെ ശേഷം കഴിഞ്ഞ് തീരത്തുള്ളൂ. വൈകുന്നേരം വരെ കാത്തു നിൽക്കുമ്പോഴാണ് വള്ളക്കാരിൽ പലർക്കും സഞ്ചാരികളെ ലഭിക്കുന്നത്. തിരക്ക് കുറവാണ്. കാരണം ഈ ചൂടിൻ്റെതാണ് കൂടുതലും. പിന്നെ ആൾക്കാർ പൊതുവെ നമുക്കറിയാലോ, നമ്മളായാലും ഇപ്പോൾ ഈ സമയത്ത് യാത്ര ചെയ്യാൻ തീരെ താല്പര്യപ്പെടാത്തൊരു സാഹചര്യമാണ്. അതന്നെ നമുക്ക് തന്നെ തയ്ക്കുന്നില്ല, ജനങ്ങൾക്ക് എങ്ങനെ തയ്ക്കും? 12 വള്ളമുള്ള, എന്നിട്ട് തന്നെ ഇപ്പം 6-7 വള്ളം അങ്ങോട്ട് കൈനീട്ടം ഓടിയതുള്ളൂ. ഇതേവരെ 7 വള്ളം അങ്ങോട്ട് കൈനീട്ടം ഓടിയുള്ളൂ. ബാക്കി 5 വള്ളം ഇനിയും കൈനീട്ടം ഓടാൻ കിടക്കുകയാണ്. ആളും വരവ് കുറവാ. ചൂട് കാണല്ലോ, കാറ്റ് വിടുന്നില്ല. ചൂടിനെയും കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും. 2025 ഏപ്രിൽ 1 മുതൽ 15 വരെ 27,522 സഞ്ചാരികളായിരുന്നു എത്തിയത്. ഇത്തവണ അതിലുണ്ടായത് വൻഇടിവ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം കൂടുതൽ ചൂട് അനുഭവപ്പെട്ടതുകൊണ്ട് ഗസ്റ്റുകൾ കൂടുതലായും 3 മണിക്ക് ശേഷമാണ് എത്തിച്ചേരാറുള്ളത്. ശനി ഞായർ മാത്രമാണ് ഇപ്പോൾ അത്യാവശ്യം ആള് വരുന്നത്. ബാക്കിയുള്ള ദിവസമെല്ലാം കൂടിപ്പോയ ഒരു ട്രിപ്പ് ഓടി കിട്ടിയാൽ ഓടി കിട്ടി. വെയിൽ വകവയ്ക്കാതെ ഇവിടേക്കെത്തുന്ന സഞ്ചാരികളെല്ലാവരും മടങ്ങുന്നത് പൂർണ്ണ തൃപ്തരായി. നല്ല സ്ഥലം, അടിപൊളിക്ക് പോകാനൊക്കെ. അരമണിക്കൂർ മേളിൽ ട്രാവൽ ചെയ്തത് ബോട്ടിനകത്ത്. ചെറിയ തിരക്ക് കുറവായിരുന്നു. വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാമിലിയായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ്. നല്ല കുഴപ്പമില്ല. ഞങ്ങൾ വെയിൽ വകവെക്കാതെയാണോ. ഞങ്ങൾ പാലക്കാട് ജില്ല വണ്ടാഴി ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഫുൾ ഫാമിലി 42 പേരുമായിട്ട് എൻജോയ് ചെയ്ത്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പലതരത്തിലാണ് മനുഷ്യജീവിതങ്ങളെ ബാധിക്കുന്നത്. വെയിൽ കൂടിയതോടെ കൊല്ലത്തെ സാമ്പ്രാണിക്കൊടിയിലും സഞ്ചാരികളുടെ തിരക്ക് കുറഞ്ഞു. കൊല്ലത്തുനിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.